അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം പോർച്ചുഗലിന് ഓസ്ട്രിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. അനീസിയോ കാബ്രിലാണ് വിജയ ഗോൾ നേടിയത്. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, കിരീടം പോർച്ചുഗലിനാണ്. ഇന്നലെ നമുക്കറിയാം, ആരാധകരായി പോർച്ചുഗൽ എല്ലാം അവകാശപ്പെട്ടിരുന്നതുപോലെ അതൊരു പ്രതീക്ഷിച്ചിരുന്ന കിരീടം കൂടിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? ദോഹയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. ഏക ഗോളിന് ഓസ്ട്രിയയെ ഫൈനലിൽ പോർച്ചുഗൽ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദോഹയിൽ നിന്ന്. അത് 31-ാം മിനിറ്റിലാണ് ഓസ്ട്രിയക്കെതിരെ പോർച്ചുഗൽ ഗോൾ കണ്ടെത്തുന്നത്. സ്വന്തം ഹാഫിൽ നിന്ന് ഉയർത്തിയടിച്ച പന്ത് സ്വീകരിച്ച 11-ാം നമ്പർ താരമാണ്, അവരുടെ 11-ാം നമ്പർ താരം അനീസിയോ ആണ് അവർ ഗോൾ നേടിയത്. ഈ ഒരൊറ്റ ഗോളിനാണ് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രിയയുടെ ഈ ലോകകപ്പിലെ മുന്നേറ്റം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങുകയും 17 ഗോൾ അടിച്ചുകൂട്ടുകയും ചെയ്ത ടീമായിരുന്നു ഓസ്ട്രിയ. ഈ ഓസ്ട്രിയയാണ് പോർച്ചുഗൽ കലാശ പോരാട്ടത്തിൽ കീഴ്പ്പെടുത്തുന്നത്. കലാശ പോരാട്ടത്തിൻ്റെ എല്ലാവിധ വീറും വാശിയും ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ ഒരു 10 മിനിറ്റ് തണുപ്പൻ രീതിയിലാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രത്യാക്രമണങ്ങളുടെ നിരയായിരുന്നു. എന്നാൽ ആദ്യത്തെ ഹാഫിൽ കൃത്യമായ മേധാവിത്വം പോർച്ചുഗലിനുണ്ടായിരുന്നു. ഒരു ഹൈലൈൻ ഡിഫൻസ് വെച്ചാണ് പോർച്ചുഗൽ കളിച്ചത്. എന്നാൽ എതിർനിരയുടെ പോർച്ചുഗലിൻ്റെ ആക്രമണങ്ങളുടെ ഒരു പ്രത്യാക്രമണത്തിലൂടെ പോർച്ചുഗലിൻ്റെ ഗോൾമുഖത്തേക്ക് ആക്രമിക്കുന്ന ശൈലിയാണ് ഓസ്ട്രിയ സ്വീകരിച്ചത്. എന്നാൽ ഈ 31-ാം മിനിറ്റിൽ നേടിയ ഗോൾ രണ്ട് ടീമുകളും തമ്മിലുള്ള ഏക വ്യത്യാസമായി നിലനിന്നു. ഈ ഗോൾ വഴങ്ങിയ ശേഷം രണ്ടാം പകുതിയിൽ ആക്രമണത്തിലേക്ക് ഓസ്ട്രിയ കളമാറ്റി പിടിച്ചു. രണ്ടാം മിനിറ്റിൽ ഏകദേശം 70 മിനിറ്റുകൾക്ക് ശേഷം തുടർച്ചയായ ആക്രമണങ്ങൾ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറായിട്ടുള്ള യോഹന്നാസ് മോസറിൻ്റെയും അതുപോലെ അവരുടെ 10-ാം നമ്പർ താരത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും ഒരുപാട് അറ്റാക്കുകൾ നടന്നു. ഒരു തവണ പോസ്റ്റിൽ തട്ടി പന്ത് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആക്രമണത്തിൻ്റെ ഒരു നിര തന്നെ അവസാന ഘട്ടത്തിൽ ഓസ്ട്രിയ അഴിച്ചുവിട്ടെങ്കിലും പോർച്ചുഗൽ പ്രതിരോധം കുലുങ്ങിയില്ല. ഭാഗ്യം കൂടി പോർച്ചുഗലിൻ്റെ കൂടെ ഈ കളിയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ പറയണം. അങ്ങനെ ഒരു ഫൈനൽ പോരിൻ്റെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ഫൈനൽ പോര്. ആ ഫൈനൽ പോരിനൊടുവിൽ ഓസ്ട്രിയ കൗമാര ലോകകപ്പിൻ്റെ കിരീടത്തിൽ മുത്തമിടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു മാസത്തോളം നീണ്ട ആസ്പയർ സോണിൽ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ വലിയ വേദിയിലേക്ക് ഈ ലോകകപ്പിൻ്റെ ഈ കൗമാര കാൽപന്തുത്സവത്തിൻ്റെ ഫൈനൽ മേളയെത്തുന്നത്. ഈ കളി കാണാനായി ഇവിടെയുള്ള സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം ആരാധകരുണ്ടായിരുന്നു. ഓസ്ട്രിയക്ക് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും ആർപ്പു വിളിക്കാൻ എത്തിയ ആയിരങ്ങൾക്ക് നടുവിലാണ് ഇന്നത്തെ ഈ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ഏതായാലും കരുത്തരായ ഓസ്ട്രിയയെ തോൽപ്പിച്ച് കരുത്തർ തന്നെയായ പോർച്ചുഗൽ ഈ അണ്ടർ 17 ലോകകപ്പിൻ്റെ കിരീടത്തിൽ മുത്തമിടുന്നു എന്നുള്ളതാണ് ധന്യം.